മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്. കത്തിക്കരിഞ്ഞ് ബാക്കിയാവുന്നതാണ് കരി. മരം കത്തിയതിൻ്റെ കരിയെ മരക്കരി എന്ന് പറയുന്നു. ചിരട്ട കത്തിയുണ്ടാകുന്നതാണ് ചിരട്ടക്കരി. ഇവയൊക്കെ പലവിധ കാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്നുണ്ട്. മരങ്ങളുടെ ഭാഗങ്ങൾ ഭൂമിക്കടിയിൽ കിടന്ന് പാകപ്പെട്ടുണ്ടാകുന്നതാണ് കൽക്കരി. ഇത് ഇന്ധനമായി ഉപയോഗിക്കുന്നു. ആനയ്ക്ക് കരി എന്ന് പേരുണ്ട്. ചിത്രകാരന് കരി കറുത്ത നിറമാണ്. കരിവള കറുത്ത വളയാണ്. കരിമഷി കണ്ണെഴുതാനുള്ളതാണ്. കരിക്കലം കരിപിടിച്ച കലമാണ്. കരിമേഘം കറുത്ത മേഘമാണ്. കരിവണ്ട് കറുത്ത വണ്ടാണ്. കരിയില ഉണങ്ങിയ ഇലയാണ്. കരിമൂർഖൻ, കരിന്തേൾ എന്നീ പ്രയോഗങ്ങൾ കറുപ്പിനേക്കാൾ അധികമായി അവയുടെ ആക്രമണത്തെയും വിഷത്തെയും സൂചിപ്പിക്കുന്നു. കഥകളിയിലെ വേഷങ്ങളിലൊന്നിന് കരി എന്ന് പേരുണ്ട്. കരിമുഖമെന്ന് പറയുന്നിടത്ത് കറുത്ത മുഖം എന്നല്ല അർത്ഥമാക്കുന്നത്. നമ്മുടെ മുന്നിൽ തെളിയാതെ നിൽക്കുന്ന മുഖമാണ് ഉദ്ദേശിക്കുന്നത്. കറുത്ത കണ്ണിന് ഭംഗി കൂടുതലാണെന്ന സങ്കല്പം നിലനിൽക്കുന്നുണ്ടെങ്കിലും കരിങ്കണ്ണ് കറുത്ത കണ്ണല്ല. അസൂയക്കാരുടെ കണ്ണുതട്ടി നമുക്ക് ദോഷം സംഭവിക്കുമെന്നുള്ള വിശ്വാസമാണ് കരിങ്കണ്ണ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. കൃഷി ഇറക്കാത്ത കറുത്ത നിലത്തെ കരിനിലമെന്ന് വിളിക്കുന്നു. കരിമ്പണം കള്ളപ്പണമാണ്. കരിനിയമം മോശപ്പെട്ട നിയമമാണ്. കരിമ്പടം പരുക്കനായ കറുത്ത കമ്പിളിയാണ്. കരിമംഗല്യം സ്ത്രീകളുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത അടയാളമാണ്. പൂരാടൻ നാളിന് സമയവും ലക്ഷണവുമനുസരിച്ച് ചില ദോഷങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ ദോഷമെന്ന് കരുതുന്ന പൂരാടൻ നാളിനെ കരിമ്പൂരാടമെന്ന് വിളിക്കുന്നു. കരിങ്കൊടി പ്രതിഷേധത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അടയാളമാണ്. കരിമരുന്ന് വെടിമരുന്നാണ്. കരി എന്നാൽ കലപ്പയെന്നും അർത്ഥമാക്കുന്നുണ്ട്. കരി തേക്കുക എന്നാൽ അപമാനിക്കുകയെന്നാണ് അർത്ഥം. കരിങ്കല്ല് കറുത്ത കല്ലാണ്, കടുപ്പമുള്ള കല്ലാണ്. കരിഞ്ചന്ത കള്ളവ്യാപാരമാണ്. കരിങ്കാലി എന്ന പ്രയോഗം കൂറുമാറുന്നവരെ ഉദ്ദേശിച്ചുള്ളതാണ്. തരിശുനിലം നന്നാക്കുന്നതിന് കരി തെളിക്കുക എന്ന് പറയുന്നു. ഈ പ്രയോഗങ്ങളിൽ മിക്കവാറും കരി എന്ന വാക്ക് ദോഷകരമെന്ന് കരുതുന്നു. കരിവീട്ടി എന്നാൽ നല്ല ഈടും ഉറപ്പുമുള്ള ഈട്ടിത്തടിയാണ്. കരുത്തുള്ള ശരീരത്തെ സൂചിപ്പിക്കാൻ നല്ല കരിവീട്ടി പോലെ എന്ന് പറയാറുണ്ട്. കരിങ്കോഴി കറുത്ത കോഴിയാണ്. അതിൻ്റെ ഇറച്ചിയും മുട്ടയുമൊക്കെ ഔഷധഗുണമുള്ളതും കൂടുതൽ വിലയുള്ളതുമാണ്. കരിമ്പന, കരിനെച്ചി, കരിങ്ങാട്ട, കരിമരുത് തുടങ്ങിയവ അതാത് സസ്യങ്ങളുടെ പേരിനെയാണ് സൂചിതമാക്കുന്നത്. ഇങ്ങനെ കരിയെന്ന പ്രയോഗത്തിന് നിരവധി അവസ്ഥാന്തരങ്ങളാണുള്ളത്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും